നിങ്ങൾ ആരാ? എനിക്ക് നാനാജി ഒന്ന് കാണാൻ പറ്റുമോ? ഉണ്ട്, അകത്തേക്ക് വരൂ. നമസ്തേ നാനാജി. വരൂ വരൂ, ഇരിക്കൂ. നീ വന്ന സന്തോഷത്തിൽ ഞാനൊരു പുതിയ ഗാനം ആലപിക്കാം. മുത്തശ്ശന്റെ പാട്ട് ഇതിനു മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഹാ, പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ തിടിവെട്ടുന്ന പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? എനിക്കിത് കേട്ടിട്ട് തലവേദനിക്കുന്നു. ഒന്ന് വേഗം. ഞാനൊരു പണി ഒപ്പിക്കാം. മുത്തശ്ശ, ഇപ്പൊ എന്തായാലും നിങ്ങൾ പാട്ട് നിർത്തിക്കോ. ഞാനെന്തിനാ പാട്ട് നിർത്തണ്ടേ? അങ്കിളിന് ഭയങ്കര ക്ഷീണാണ്. നാളെ വെളുപ്പിന് നേരത്തെ എഴുന്നേറ്റ് ആദ്യ സൂര്യകിരണത്തിന്റെ ശീതളമായ കാറ്റിൽ മധുരമായ പാട്ട് അങ്ങ് പാടിയിട്ടുണ്ടെങ്കിൽ എന്താ ഒരു രസം. നിപ്പ പറഞ്ഞ ഈ ഐഡിയ കൊള്ളാം. ഏർലി മോർണിംഗിലുള്ള ഗാനാലാപനം നല്ല രസവാ. ആരാ ആരാ ഓടിയത്? ഒരു കള്ളം വീടിന്റെ അകത്ത് കയറി തോന്നുന്നു. അങ്കിൾ, നിങ്ങളോ? ഞാൻ വിചാരിച്ചു കള്ളനായിരിക്കും. അല്ല, നീ ശിവയായിരുന്നോ? പക്ഷെ അങ്കിൾ എന്താ ഇപ്പൊ ഇവിടെ ചെയ്യുന്നേ? ഒന്ന് പതുക്കെ പറ. ഞാനൊരു ക്രൈം റിപ്പോർട്ടറാണ്. ഇന്ന് വേദ നഗരത്തിൽ 2 കൊള്ള സംഘങ്ങൾ വരുന്നുണ്ട്. പാന്തർ ഗാങ്ങും പിന്നെ ഫോക്സ് ഗാങ്ങും. ഞാൻ അവരുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത്. നാളെ വേദാസ് ഗാർഡനിൽ അവരുടെ രഹസ്യ മീറ്റിംഗ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. എടോ പാന്തറേ, താൻ എവിടെയാടോ? ഞാൻ ഇവിടെ എത്തി കേട്ടോ. ഈ പാന്തറിനെ തോപ്പിക്കാൻ ഇതുവരെ ആരും ജനിച്ചിട്ടില്ല. നീ കുറച്ചും കൂടി അലർട്ട് ആവേണ്ടതായിരുന്നു. ഇത് അത്ര ശരിയല്ല ഒന്ന് കേട്ടാ. എടോ, ഞാൻ ഫോക്സ് ആണ്. ഫോക്സിന്റെ ബോഡി വീക്ക് ആണെങ്കിലും ബുദ്ധിശക്തിയിൽ വളരെ മിടുക്കനാണ് കേട്ടോ. അങ്കിളെ വെറുതെ വിട്ടേക്കൂ. ഏ കുട്ടി, നിനക്ക് എന്താ ഇവിടെ കാര്യം? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ അമ്മോ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞങ്ങള് വരുന്നു. എന്താ കുന്ത വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? എന്താ സംഭവിച്ചെന്ന് വെച്ചാ പറയേ. ആരാ നിങ്ങളെ തല്ലിയേ?
ഒരു കുട്ടിയാ സാറേ വന്നത്. എന്ത് ഒരു കുട്ടിയോ? ആ ഒരു കുട്ടിയാ ഞങ്ങൾ ഇത്രയും പേരെ തല്ലി ചതച്ചത് ബോസേ. അവന്റെ അടി കൊണ്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല ബോസ്. ഒരു കുട്ടിയെ പേടിച്ചെന്ന്. ഛേ! ബോസേ ഇപ്പോഴും സമയമുണ്ട്, വേഗം നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അടി കൊണ്ട് ചതഞ്ഞു പോകും. ഈ തിരുവട്ടന്മാരെ കൊണ്ട് തോറ്റു. ആരാ അവിടുന്ന് ഫോട്ടോ എടുത്തത്? ഫോട്ടോ എടുത്തവൻ ചിലപ്പോ ഫോട്ടോഗ്രാഫർ ആയിരിക്കും, അങ്ങനെ ആവാനാ വഴി. വലിയൊരു ഗ്യാങ്ങാണ് ഈ ഫോക്സും പാന്തറും. അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവര് സാധാരണ പുറത്താണ് ഒന്നിക്കാറുള്ളത്. വേദാനഗരത്തിൽ ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും നമ്മളത് കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങൾ ആ പഴയ ന്യൂസൊക്കെ ഒന്ന് നോക്കൂ, എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല. ഡോക്ടർ സെൻ ഫോൾഡിംഗ് ടാങ്കും കൊണ്ട് വേദാനഗരത്തിലേക്ക് വരുന്നുണ്ടോ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്ത് വാർത്ത നീ ഇപ്പൊ വായിച്ചത്? ഒന്നുകൂടെ വായിക്ക്. ഡോക്ടർ സെൻ ഫോൾഡിംഗ് ടാങ്കുമായി വേദാനഗരത്തിലേക്ക് വരുന്നെന്ന്. ആ അപ്പൊ ഇതാ കാരണം. ആ ഫോൾഡിംഗ് ടാങ്ക് വേദാനഗരത്തിൽ നിന്ന് വീന സിറ്റിയിലേക്ക് പോകാനാണ് സാധ്യത. ഇത് ആർമിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്പെഷ്യൽ ഫോൾഡിംഗ് ടാങ്ക് ആണ്. അല്ല, ഈ ഫോൾഡിംഗ് ടാങ്ക് എന്ന് വെച്ചാൽ എന്താ അങ്കിൾ? ഡോക്ടർ സെൻ അത്യാധുനിക രീതിയിൽ പണിതതാണ് ഈ ടാങ്ക്. ഇത് എവിടെ വേണമെങ്കിലും ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാം. വളരെ പവറുള്ള ഒരു ടാങ്കാണിത്. ഇങ്ങനത്തെ ടാങ്ക് വേറെ എവിടെയുമില്ല. അതിന്റെ അർത്ഥം ആ ഫോക്സ് ഗ്യാങ്ങും പാന്തറും ഇവിടെ ടാങ്കിന് മോഷ്ടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കണം ഈ ടാങ്ക് അവർ മോഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന്. അവരെ വിടരുത്. ഒരു കുട്ടിയെ പേടിച്ച് നിൽക്കുന്ന ഈ മരമണ്ടന്മാര് ഇത്രയും വലിയ മിഷൻ എങ്ങനെയാണ് പൂർത്തിയാക്കാൻ പോകുന്നത്? ആ കുട്ടീനെ വെറുതെ വിട്ടാ ശരിയാവില്ല. അവരെ എത്രയും പെട്ടെന്ന് പിടിക്കണം. എന്നിട്ട് വേണം അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ. ബോസേ, ഇത് നമുക്ക് പറ്റിയതല്ല. അവരെ പിടിക്കാൻ സ്പെഷ്യൽ കമാൻഡോ നിയമിക്കുക, അതാ നല്ലതെന്ന്. യെസ് ബോസ്. ഒരു കുട്ടിയെ പിടിക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കമാൻഡേഴ്സും പോയി എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് വരൂ, വേഗം. അതിന് എല്ലാ കമാൻഡേഴ്സും പോകേണ്ട ആവശ്യമില്ലല്ലോ ബോസ്. കുട്ടിയെ പിടിക്കാൻ ഞാൻ ഒരാൾ പോയാൽ മതിയല്ലോ. അല്ല, ആ ഒരു കുട്ടി 10 പേർക്ക് തുല്യമാ. ഞങ്ങള് 10 പേർക്ക് തുല്യമായിരുന്നു. എന്നിട്ട് അവൻ ഞങ്ങളെ നല്ലവണ്ണം തല്ലിച്ചതച്ചു. എന്നാ ശരി, ഞങ്ങൾ പോയി അവനെ പിടിച്ചോണ്ട് വരാം. അവന്റെ ഫോട്ടോ ഒരെണ്ണം തരൂ. ഫോട്ടോ ഒന്നും ഇല്ലടോ. ആ ചക്കര ആ നടുക്ക് നിൽക്കുന്നവനാ. അല്ലല്ല, ആ പുറകെ നിൽക്കുന്നവൻ. പുറകെ അല്ലല്ല, ആ മുമ്പിലേക്ക് വരുന്നവൻ. അല്ലല്ല, ആ പുറകെ വരുന്നവൻ. ആ പുറകെ നിൽക്കുന്നവൻ. അല്ലല്ല, ആ മുമ്പിലേക്ക് വരുന്നവൻ. ഇനി താ ഒന്നും പറയണ്ട. ആ 4 പിള്ളേരില്ലേ, ഒരാളെ ഞാൻ പൊക്കിക്കോളാം കേട്ടല്ലോ. താൻ പോക്കോ. ഞാൻ അകത്ത് പോയിട്ട് വരാം. നിങ്ങൾ എല്ലാരും ഇവിടെ നിന്നോളൂ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, വലിയ വലിയ ഗുണ്ടകളെ അടിച്ചൊതുക്കുന്ന ആരാണ് ഈ കൂട്ടത്തിൽ? പറ. ഞാനാ ഭയങ്കര ധൈര്യശാലി. എല്ലാത്തിനും അടിച്ചൊതുക്കുന്നവൻ ഞാനാണല്ലേ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടല്ലോ, കൊള്ളക്കാരെ ഇങ്ങനെ അടിച്ച് അങ്ങനെ അടിച്ചൊതിച്ച് കരാട്ടെ, കുംഫു, ഫ്ലൈയിങ് കിക്ക് എല്ലാം കൊണ്ട് 10 മിനിറ്റിനകം കാലിയാക്കി കളഞ്ഞു. കൊള്ളാം. നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒട്ടും തോന്നുന്നില്ല. നീ ഭയങ്കര സാമർത്ഥ്യക്കാരനാണെന്ന്. അങ്കിൾ, കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല അങ്കിൾ, ബുദ്ധി ഉപയോഗിക്കണം. ഓക്കെ, എന്നാ വാ. അല്ല, നിങ്ങൾ എന്നെ എന്തിനാ കൊണ്ടുവന്ന്, എങ്ങോട്ടാ കൊണ്ടുവന്ന്, എന്താ ഞാൻ ചെയ്ത തെറ്റ്? നീയല്ലേ എന്റെ ആളുകളെ തല്ലി ചതച്ചവൻ? പറ. ഇല്ലില്ല, എന്തൊക്കെയാണ് സാറ് പറയുന്നത്? ഞാൻ എങ്ങനെ തല്ലാനാ? ഞാൻ ആരും തല്ലിയിട്ടില്ല. ഞങ്ങളെ പേടിച്ചിട്ടല്ലേ നീ ഈ കള്ളം പറയുന്നത്? ഇല്ലില്ല, ഞാൻ കള്ളമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് സത്യ. എപ്പോഴും തമാശക്ക് ഞാൻ കള്ളോ പറയാറ്, പക്ഷെ ഇപ്പൊ പറഞ്ഞത് സത്യ. ശരിക്കും അടിച്ചവൻ ദേ പുറകെ വരുന്നുണ്ട്. ദേ നിങ്ങളെ പുറകെ പിന്തുടരുന്നുണ്ട്. അവന്റെ ചേച്ചിയും കണ്ടോ? ഞാൻ അങ്ങനെ ചേച്ചിന്റെ എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഒന്ന് നോക്കിക്കേ.
നിങ്ങളെന്താ ഇവിടെ സിനിമ കാണാൻ വന്നിരിക്കുകയാണോ? പോയി പിടിച്ച് അവനെ അടിക്കണോ, പിടിച്ച് ചമ്മന്തിയാക്ക്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവനെ ഇടിക്കാൻ പറ്റില്ല. നിർത്തോ നിർത്തോ, ഇനിയെല്ലാം തല്ലി ചതക്കല്ലേ. ഇവന്മാര് വെറുതെ ഇരിക്കുന്നത് കണ്ടോ? വേണ്ട വേണ്ട, ഇനി ഞങ്ങളെ തല്ലല് വേണ്ട. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ശരി, ഒരു കാര്യം ഞാൻ വെറുതെ വിട്ടേക്കാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വേദനഗരത്തിലേക്ക് വന്നത്? നിങ്ങളുടെ പ്ലാൻ എന്താണ്? സത്യം പറയൂ. ഞാൻ ആ രഹസ്യം പറയുകയാണെങ്കിൽ അവന്മാര് ഞങ്ങളെ കാച്ചു കളയും. അതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അവരന്വേഷിച്ചാ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ എല്ലാരും ഞാൻ കൊണ്ടുപോയി വിട്ടോളാം. അത് ഏത് സ്ഥലമാണെന്ന് അറിയോ? ജയില്. ഇനി വേഗം പറഞ്ഞ് അഡ്രസ് വേഗം പറഞ്ഞ്, അതാ നല്ലത്. ഫോക്സിന്റെ ബുദ്ധി ഭയങ്കര ബുദ്ധിയാ. ഈ പാന്തറിനെ ജയിക്കാൻ ഇവിടെ ആരും നിലയില്ല. അവരെ പിടിച്ച് കൊല്ലേ. ശിവ, അങ്ങോട്ട് നോക്ക്. പാന്തർ ടാങ്കിന്റെ കണ്ടെയ്നർ പൊളിക്കുകയാണ്. ഇവരെ ഇവിടുന്ന് കുറെ ദൂരം കൊണ്ടുപോയില്ലെങ്കിൽ ഇവരെല്ലാം നശിപ്പിച്ചു കളയും. ആ കുട്ടിയുടെ കഥ അവസാനിപ്പിച്ചേക്ക. അല്ല, ആ കുരുത്തക്കട്ട കുട്ടിയെ കാണുന്നില്ലല്ലോ. അവൻ പോയാ പോട്ടെ, അത് വിട്ടേക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടണം. വേഗം വാ. ദേ, അവൻ മുമ്പിൽ തന്നെ ഉണ്ട്.
നിർത്താനാ പറഞ്ഞേ, ഇല്ലെങ്കിൽ നമ്മളിപ്പോ കൊക്കയിലേക്ക് വീഴും. നിർത്ത് നിർത്ത്, എനിക്ക് കൊക്കയിലേക്ക് വീഴും. ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി. മതിയാക്കി, ഇനി ഞങ്ങളെ തല്ലല്ലേ, നിർത്ത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാ മതി. ആ വഴിക്ക് കൊണ്ടുപോയിക്കോളൂ. നേരെ മുൻപിൽ ചെന്ന് നിർത്താൻ നോക്ക്. മുമ്പിലോ? അവിടെ മുമ്പിൽ എന്താ ഉള്ളത്? കണ്ടുടെ, അത് ജയിലല്ലേ? ലഡു സിക്സ് സാറേ, പെട്ടെന്ന് ജയിലിലടക്കേ. ഈ ശിവന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. അവനെ തല്ലുകൊള്ളാൻ ഞങ്ങൾക്ക് ഇനി വയ്യ. അവന് കൊടുക്കുന്ന ശക്തിയാ. അല്ല, എവിടെ പോയി നിന്റെ ഫോക്സ് കൂർമ്മ ബുദ്ധി? അവന്റെ അത്രയും കൂർമ്മ ബുദ്ധിയൊന്നും ഇല്ല. അല്ല, പാന്തറിന്റെ ശക്തിയൊക്കെ എവിടെ പോയി? ഈ ശിവയെ ജയിക്കാൻ ഇനി ഒരു കുണ്ടുപോലും ജനിച്ചിട്ടില്ല. താങ്ക് യു ശിവ. രാജ്യത്തിന് പ്രധാനപ്പെട്ട ഒരു വസ്തു നീ തെറ്റായ കയ്യിലേക്ക് പോവാതെ അതിനെ കാത്തു സൂക്ഷിച്ചു. വളരെ നന്നായി.